വെള്ളി നക്ഷത്രം എന്ന സിനിമയിൽ പൃഥ്വിരാജിന്റെ മകളായ അമ്മുക്കുട്ടി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഉത്തരേന്ത്യൻ ബാലിക തരുണി സച്ദേവ് ഇന്നും മലയാളി പ്രേക്ഷകരുടെ നിത്യവേദനയാണ്. വല്ലാത്തൊരു ഊർജ്ജസ്വലതയായിരുന്നു ആ കുട്ടിക്ക്. ആര് കണ്ടാലും വാത്സല്യം തോന്നും വിധം ഓമനത്തമുള്ള മുഖം. കുക്കുറു കുക്കു കുറുക്കൻ എന്ന ഗാനരംഗം ഇന്നും കുട്ടികളുടെ ഇടയിൽ തരംഗം. വ്യവസായിയായ ഹരീഷ് സച്ദേവിൻ്റെയും ഗീതയുടെയും മകളായി മുംബൈയിലാണ് തരുണി സച്ദേവ് ജനിച്ചത്. 1998 മെയ് 14. തരുണിയുടെ ഭാഗ്യ നമ്പറും 14 9ാം ക്ലാസ് വരെ പഠിക്കാനുള്ള ഹ്രസ്വ ആയുസ് മാത്രമേ വിധി അവളെ അനുവദിച്ചുള്ളൂ. അതിനോടകം നിരവധി സിനിമകളിൽ തരുണി അഭിനയിച്ചു. ഇരുത്തം വന്ന ഒരു പെൺകുട്ടിയെപ്പോലെയായിരുന്നു അവളുടെ പ്രകടനം. അയൽക്കാർക്കും ബന്ധുക്കാർക്കും അടുത്ത പരിചയക്കാർക്കും അങ്ങനെ എല്ലാവർക്കും പ്രിയപ്പെട്ടവൾ. ഇത്ര ചെറുപ്രായത്തിൽ ഈ കുട്ടി എങ്ങനെ ഇത്ര ഭംഗിയായി അഭിനയിക്കുന്നു എന്ന് തുറന്നു ചോദിച്ചവർ ഏറെ. 4ാം വയസ്സ് മുതൽ തരുണി അഭിനയ രംഗത്തെത്തി. പരസ്യ ചിത്രങ്ങളിലാണ് ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. 2004 കേവലം 5ാം വയസ്സിൽ വിനയൻ സംവിധാനം ചെയ്ത ഹൊറർ കോമഡി ചിത്രമായ വെള്ളി നക്ഷത്രത്തിലൂടെ സിനിമയിലുമെത്തി. ആ സിനിമ അസാധാരണമായ ജനപ്രീതിയാണ് തരുണിക്ക് നേടിക്കൊടുത്തത്. അതേ വർഷം തന്നെ വിനയൻ തൻ്റെ സത്യം എന്ന സിനിമയിലും തരുണിക്ക് അവസരം കൊടുത്തു. 2 ചിത്രങ്ങളിലൂടെ തരുണി മലയാളികളുടെ പൊന്നോമനയായി. ആദ്യ ഷോട്ടിൽ തന്നെ തരുണിയുടെ പെർഫോമൻസ് കണ്ട് സിനിമയുടെ അണിയറ പ്രവർത്തകർ അതിശയിച്ചു. പരിചയസമ്പന്നരായ മുതിർന്നവരെ പോലെയാണ് അഭിനയം. വളരെ ബ്രില്യൻ്റായ കുട്ടിയായിരുന്നു അവൾ. മുംബൈ സ്വദേശിയായ തരുണി 2 തവണ കേട്ടാലുടൻ മലയാള സംഭാഷണങ്ങൾ അനായാസം ഹൃദിസ്ഥമാക്കി നല്ല ഒഴുക്കോടെ പറയുമായിരുന്നു. സിനിമകളിൽ കൃത്രിമമായി കാറ്റുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പ്രൊപ്പല്ലറുകൾക്ക് നടുവിൽ നിന്ന് മുതിർന്നവരെ പോലെ സിനിമയുടെ ക്ലൈമാക്സിൽ തരുണി അഭിനയിച്ചത് പിന്നണി പ്രവർത്തകർക്ക് അത്ഭുതമായിരുന്നു. വെള്ളി നക്ഷത്രം പല ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ടു. തരുണിയുടെ കീർത്തി വളരെ പെട്ടെന്ന് തന്നെ സിനിമാ വൃത്തങ്ങളിൽ പടർന്നു. സിനിമയിൽ എത്തും മുൻപേ നിരവധി പരസ്യ ചിത്രങ്ങളിലും തരുണി അഭിനയിച്ചിരുന്നു. കോൾഗേറ്റ്, ICIC ബാങ്ക്, പാരച്യൂട്ട്, സഫോള ഓയിൽ, കേസർ ബദാം മിൽക്ക് എന്നിവയുടെ പരസ്യങ്ങളിൽ ആ കുട്ടിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. കരിഷ്മ കപൂറിനൊപ്പം രസ്നയുടെ പരസ്യങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതോടെയാണ് തരുണിയുടെ പ്രകടനം രാജ്യത്താകമാനം ചർച്ചാ വിഷയമായത്. പിന്നീട് അവൾ രസ്ന ഗേൾ എന്ന് അറിയപ്പെടാൻ തുടങ്ങി. ക്യാ ആപ് പാഞ്ചവി പാസേ തേസേ എന്ന TV ഗെയിം ഷോയിലും അവൾ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ കുഞ്ഞായിരിക്കെ തന്നെ അതിപ്രശസ്തിയിലേക്ക് തരുണി എത്തപ്പെട്ടു. ഈ ജനപ്രീതി കണ്ടാണ് വെള്ളി നക്ഷത്രത്തിലേക്ക് വിനയൻ ക്ഷണിക്കുന്നത്. പരസ്യ ചിത്രങ്ങളിൽ നിന്ന് വിഭിന്നമായി ഒരു ഫീച്ചർ ഫിലിമിൽ മുഴുനീള വേഷം അഭിനയിച്ച് പ്രതിഫലിപ്പിക്കാനുള്ള തരുണിയുടെ കഴിവ് കണ്ട് R. ബാൽക്കി തൻ്റെ പാ എന്ന അമിതാഭ് ബച്ചൻ ചിത്രത്തിലേക്ക് തരുണിയെ ക്ഷണിച്ചു. ബച്ചൻ്റെ സുഹൃത്തായി മുഴുനീള വേഷത്തിലാണ് തരുണി അഭിനയിച്ചത്. അതോടെ കുട്ടിയുടെ പ്രശസ്തി എല്ലാ അതിരുകളും ഭേദിച്ച് മുന്നേറി. 2014 പുറത്തിറങ്ങിയ തമിഴ് ത്രില്ലർ വെട്രി സെൽവനിലാണ് തരുണി അവസാനമായി അഭിനയിക്കുന്നത്. സിനിമയിലെ തൻ്റെ മിക്കവാറും പ്രധാനപ്പെട്ട സീനുകളെല്ലാം തരുണി അഭിനയിച്ച് പൂർത്തിയാക്കിയിരുന്നു. തരുണിയുടെ മരണശേഷമാണ് ഈ സിനിമ റിലീസ് ചെയ്യപ്പെട്ടത്. അമ്മയും കൂട്ടുകാരികളും കൂടി നേപ്പാൾ സന്ദർശനത്തിന് പോയപ്പോൾ ഒട്ടും താല്പര്യമില്ലാതെയാണ് തരുണി കൂടെ പോയത്. കൂട്ടുകാരികളെ പിരിഞ്ഞിരിക്കാനുള്ള മടിയായിരുന്നു കാരണം. ഒടുവിൽ അമ്മയുടെ നിർബന്ധത്തിന് തരുണി വഴങ്ങി. നേപ്പാളിലേക്ക് ഇടയ്ക്കിടെ ടൂർ പോകുന്ന ശീലം തരുണിയുടെ കുടുംബത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ അസാധാരണമായി ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അന്ന് മുംബൈയിൽ നിന്നും നേപ്പാളിലേക്ക് യാത്ര പുറപ്പെടും മുൻപ് തരുണി തൻ്റെ എല്ലാ കൂട്ടുകാരികളെയും വിളിച്ചു വരുത്തി കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞ ശേഷം ഇത്ര കൂടി പറഞ്ഞു: ഞാൻ നിങ്ങളെ അവസാനമായി കാണുകയാണ്. നീ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നവർ ചോദിച്ചു. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ എന്ന് തരുണിയുടെ മറുപടി. അവസാനത്തെ വിമാനയാത്രയ്ക്കായി തയ്യാറെടുത്തിരിക്കുമ്പോൾ തരുണി കൂട്ടുകാരി തനിഷ്കയ്ക്ക് ഒരു മെസ്സേജ് അയച്ചു. ഒരുപക്ഷെ ഈ വിമാനം തകർന്നു പോയാൽ എന്തു ചെയ്യും എന്നായിരുന്നു ആ സന്ദേശം. എന്തുകൊണ്ട് തരുണി അങ്ങനെ പറഞ്ഞുവെന്ന് കൂട്ടുകാരിക്ക് ഇപ്പോഴും കണ്ടെത്താനാകുന്നില്ല. വിമാനത്തിൽ വെച്ച് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യും മുൻപ് തരുണി തനിഷ്കയ്ക്ക് അവസാനമായി ഒരു മെസ്സേജ് കൂടി അയച്ചു. തനിഷ്ക അതിന് മറുപടി അയച്ചപ്പോഴേക്കും ഫോൺ ഓഫ് ചെയ്ത് കഴിഞ്ഞിരുന്നു. ബെസ്റ്റ് ഫ്രണ്ട്സായ 2 പേർ തമ്മിൽ അങ്ങനെയൊരു സന്ദേശം, അതും ആ സമയത്ത് അയക്കേണ്ട ആവശ്യം തീരെയില്ല. എന്നിട്ടും അപ്രതീക്ഷിതമായി വിമാനത്തിൽ വെച്ച് അവളത് അയച്ചത് തനിഷ്കയ്ക്ക് ഇന്നും ദുരൂഹമായി തോന്നുന്നു. മരണം മുൻകൂട്ടി കാണാനുള്ള മനുഷ്യ മനസ്സിൻ്റെ കഴിവ് ഇതുമായി ചേർത്ത് വെച്ച് പിന്നീട് പലരും വ്യാഖ്യാനിച്ചു. എന്തായാലും തരുണിയുടെ വാക്കുകൾ അറമ്പറ്റി. ഒരുപക്ഷെ മറ്റാരുടെയും ജീവിതത്തിൽ സംഭവിക്കാത്ത ഒരു അപൂർവതയും തരുണിയുടെ കാര്യത്തിലുണ്ടായി. 14 എന്ന സംഖ്യ അവളുടെ ജീവിതവും മരണവുമായി ഒരുപോലെ ബന്ധപ്പെട്ടിരിക്കുന്നു.
1998 മെയ് 14 ജനിച്ച തരുണി 2012 മെയ് 14 അവളുടെ 14ാം ജന്മദിനത്തിൽ തന്നെയാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. മരിച്ച അതേ വർഷത്തിലെ സംഖ്യ, അതായത് 2012, കൂട്ടിനോക്കിയാൽ ലഭിക്കുന്ന സംഖ്യയും 14ആണ്. തരുണി അവസാനം അഭിനയിച്ച സിനിമ വെട്രിസെൽവൻ റിലീസ് ചെയ്തതും 2014ലാണ്. 2012 മെയ് 14 തൻ്റെ 14ാം ജന്മദിനത്തിൽ നേപ്പാളിലെ പൊഖാറയിൽ നിന്നും ജോസോം വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് അഗ്നി എയർ ഡോർണിയർ 228 എന്ന വിമാനത്തിൽ അമ്മ ഗീതയോടൊപ്പം യാത്ര ചെയ്യുകയായിരുന്ന തരുണി വിമാനം തകർന്ന് മരണപ്പെട്ടു. 2 ദിവസങ്ങൾക്ക് ശേഷം മെയ് 16 മുംബൈയിലെ വസതിയിലെത്തിച്ച് അവളുടെ മൃതദേഹം സംസ്കരിച്ചു. 20ഓളം യാത്രക്കാർക്കും ഇതേ വിമാനാപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു. സൗന്ദര്യവും അഭിനയശേഷിയും ഒത്തിണങ്ങിയ തരുണി ഭാവിയിൽ ശ്രീദേവിയെപ്പോലെ രാജ്യം ആഘോഷിക്കുന്ന ഒരു വലിയ താരമായി തീരുമെന്നായിരുന്നു മുൻപ് പല മാധ്യമങ്ങളും അഭിപ്രായപ്പെട്ടത്. എന്നാൽ എല്ലാ പ്രതീക്ഷകൾക്കും സ്വപ്നങ്ങൾക്കും തിരശ്ശീല വീഴ്ത്തിക്കൊണ്ട് കാലം ആ കുട്ടിയുടെ ജീവൻ കവർന്നെടുത്തു. ഭാര്യയുടെയും ഏക മകളുടെയും അകാല വിയോഗം ഹരീഷ് സച്ദേവിനെ മാനസികമായി ആകെ തളർത്തി. കഴിഞ്ഞ ഒരു വ്യാഴവട്ടക്കാലമായി ജീവച്ഛവം പോലെ കഴിയുകയാണ് അദ്ദേഹം. പ്രിയപ്പെട്ടവരുടെ ഓർമ്മകളിൽ നിന്നും ആ വിമാനാപകടത്തിൽ നിന്നും അദ്ദേഹം ഇനിയും മോചിതനായിട്ടില്ല. തരുണി മരിച്ചതിൻ്റെ 10ാം വർഷം നേപ്പാളിൽ വീണ്ടും വിമാനാപകടമുണ്ടായപ്പോൾ ഹരീഷ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഇങ്ങനെ പറഞ്ഞു: വിമാനാപകടത്തെക്കുറിച്ച് കേട്ടപ്പോൾ സത്യത്തിൽ ദേഷ്യമാണ് തോന്നിയത്. ഇവരൊന്നും ഇനിയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. ഒരിക്കൽ സംഭവിച്ച ദുരന്തം വീണ്ടും ആവർത്തിക്കാതെ ശ്രദ്ധിക്കണം എന്ന ചിന്തയുമില്ല. പൊലിഞ്ഞു പോകുന്ന ജീവനെക്കുറിച്ച് അവരുടെ വേണ്ടപ്പെട്ടവർക്കൊഴികെ അധികൃതർക്കൊന്നും ഒരു ആശങ്കയുമില്ല. പല വിമാനങ്ങൾക്കും ഒരുപാട് പഴക്കമുണ്ട്. സ്വന്തം നേട്ടത്തിനായി ഓടുന്നവർ മറ്റുള്ളവരുടെ ജീവനെക്കുറിച്ച് ആലോചിക്കുന്നില്ല. ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും എൻ്റെ ഭാര്യയുടെയും മകളുടെയും ജീവൻ കവർന്ന അപകടത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞെട്ടലാണ്, അദ്ദേഹം വികാരാധീനനായി പറഞ്ഞു നിർത്തി. തരുണിയുടെ നേപ്പാൾ യാത്രയ്ക്ക് തൊട്ടു മുൻപ് നടന്ന സംഭവ വികാസങ്ങൾ അദ്ദേഹം ഇങ്ങനെ ഓർത്തെടുത്തു. ഗോവയിൽ പോയി പാരാ റൈഡിംഗ് നടത്താനായിരുന്നു മോൾക്ക് ആഗ്രഹം. ആ സമയത്താണ് എൻ്റെ ഭാര്യ ഗീതയും കൂട്ടുകാരികളും കൂടി നേപ്പാളിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത്. താല്പര്യമില്ലാതിരുന്നിട്ടും മോളെ നിർബന്ധിച്ച് കൂടെ കൂട്ടുകയായിരുന്നു. ആ യാത്ര ശുഭകരമല്ലെന്ന ഒരു തോന്നൽ തുടക്കം മുതൽക്കേ മോൾക്കുണ്ടായിരുന്നു. അവൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ആർക്കും ഒരു സൂചന പോലും കിട്ടിയിരുന്നില്ല. അമ്മയ്ക്കൊപ്പം ഒരു യാത്ര പോവുകയാണെന്നും നിങ്ങളെല്ലാം എനിക്ക് മിസ് ചെയ്യുമെന്നും അവൾ അടുപ്പമുള്ളവരോട് പറഞ്ഞിരുന്നു എന്ന് എല്ലാം കഴിഞ്ഞാണ് ഞാൻ അറിയുന്നത്. സാധാരണ യാത്ര പോകുമ്പോൾ കൂട്ടുകാരികളെ വിളിച്ച് പറയുന്ന ശീലമൊന്നും അവൾക്കുണ്ടായിരുന്നില്ല. ഇക്കുറി ചെറിയ പിണക്കങ്ങൾ ഉണ്ടായിരുന്നവരെ പോലും വിളിച്ച് സ്നേഹത്തോടെ യാത്ര പറയുന്നത് കണ്ടു. എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ഞങ്ങൾ വിചാരിക്കുകയും ചെയ്തു. ദിവസങ്ങൾക്ക് ശേഷം ഞാൻ അറിയുന്നത് വിമാനം തകർന്ന് ഭാര്യയും കുഞ്ഞും മരിച്ച വാർത്തയാണ്. സംഭവസ്ഥലത്തെത്തിയപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. പണവും ആഭരണങ്ങളും വില കൂടിയ മൊബൈലുമെല്ലാം എടുത്തുകൊണ്ട് പോവുകയാണ് ആളുകൾ. മരിച്ചുപോയവരോടുള്ള അലിവിനേക്കാൾ കിട്ടിയ അവസരം ഉപയോഗിക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു പലരും. എനിക്ക് ആ കാഴ്ച കണ്ട് നിൽക്കാൻ കഴിഞ്ഞില്ല. കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ പോലും കഴിയുന്നില്ല. പണം നഷ്ടപ്പെടുന്നതിലായിരുന്നില്ല ദുഃഖം. മൃതദേഹങ്ങൾ തിരിച്ചറിയാനുള്ള സൂചനകളായിരുന്നു ആഭരണങ്ങളും ബാഗും ഫോണുമെല്ലാം. അതുപോലും ആരൊക്കെയോ എടുത്തുകൊണ്ടുപോയി. 4 ലക്ഷത്തോളം രൂപയുടെ സാധനങ്ങൾ അപഹരിക്കപ്പെട്ടു. തരുണിയുടെ ഒരു DVDയും ഫോണും വെച്ചാണ് മൃതദേഹങ്ങൾ ഐഡന്റിഫൈ ചെയ്തത്. ആ അപകടത്തിന് ശേഷം ഭക്തിമാർഗം തിരഞ്ഞെടുക്കുകയായിരുന്നു ഹരീഷ്. ആത്മീയതയിലൂടെയാണ് ഹരീഷ് ആ ദുരന്തം നൽകിയ ആഘാതത്തെ അതിജീവിച്ചത്. ഇനി ഇതല്ലാതെ മറ്റൊന്നും തനിക്ക് ചെയ്യാനില്ലെന്ന് ഹരീഷ് മാധ്യമങ്ങളോട് പറഞ്ഞു. നിഷ്കളങ്കത വഴിയുന്ന തരുണിയുടെ ആ പുഞ്ചിരി ഹരീഷിൻ്റെ മനസ്സിൽ നിന്ന് മാത്രമല്ല, സിനിമാ പ്രേമികളായ ഓരോ മലയാളിയുടെയും മനസ്സിൽ നിന്നും ഒരിക്കലും മാഞ്ഞു പോകില്ല. ആ ചിരിയും പാട്ടും നിറശോഭയോടെ നമ്മുടെ കൺമുന്നിൽ തന്നെയുണ്ട്.